വചനവയൽ ക്വിസിലേക്ക് സ്വാഗതം. വചനവയൽ ആപ്പിലെ ഇ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു. എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ്. ഇന്നത്തെ പഠനഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം. ക്വസ്റ്റ്യൻ നമ്പർ 1. നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. ഡാഷ് പുളിപ്പിനെക്കുറിച്ച് കരുതലോടെ ഇരിക്കുവിൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഫരിസേയരുടെയും ഹെറോദേസിൻ്റെയും. ക്വസ്റ്റ്യൻ നമ്പർ 2. ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട്, അവർ മരങ്ങളെ പോലെ ഇരിക്കുന്നു, അവർ നടക്കുന്നതായും കാണുന്നു. ഇത് ആരോട് പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ബെത്സേദായിലെ അന്ധൻ യേശുവിനോട്. ക്വസ്റ്റ്യൻ നമ്പർ 3. സ്വന്തം ഡാഷ് രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. മർക്കോസ് 8:35 കണ്ടുപൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ജീവൻ. ക്വസ്റ്റ്യൻ നമ്പർ 4. ഈ വിജന സ്ഥലത്ത് ഇവർക്കെല്ലാം അപ്പം കൊടുക്കുന്നത് എങ്ങനെ? ആരോട് ചോദിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ശിഷ്യന്മാർ ഈശോയോട്. ക്വസ്റ്റ്യൻ നമ്പർ 5. മർക്കോസ് 8:2 ക്രമത്തിലുള്ളതേത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 6. യേശു അന്ധന് കാഴ്ച നൽകിയത് എവിടെ വച്ച്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ബെത്സേദ. ക്വസ്റ്റ്യൻ നമ്പർ 7. ഞാൻ ആരാണെന്നാണ് ആളുകൾ പറയുന്നത്? യേശു ഇപ്രകാരം ചോദിച്ചത് ആരോട്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ശിഷ്യരോട്. ക്വസ്റ്റ്യൻ നമ്പർ 8. 7 അപ്പം 4000 പേർക്ക് വീതിച്ചപ്പോൾ മിച്ചം വന്ന കഷ്ണങ്ങൾ എത്ര കുട്ടയുണ്ടായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 7 കുട്ടകൾ. ക്വസ്റ്റ്യൻ നമ്പർ 9. അവർ അവനെ പരീക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഒരു അടയാളം ആവശ്യപ്പെട്ടു. ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഫരിസേയർ. ക്വസ്റ്റ്യൻ നമ്പർ 10. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഡാഷ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. നന്ദി. വചനവയൽ ആപ്പിലെ ഇ ബുക്ക് വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു. എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ്. നന്ദി.